Another method. ഈ സെക്ഷനിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് കണ്ടുപിടിക്കുന്നത്. സാധാരണ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയർ സെപ്പറേറ്റ് കാണും, സെക്കൻഡ് ഇയർ സെപ്പറേറ്റ് കാണും. അങ്ങനെയൊന്നും കാണാതെ ഒറ്റ ഇക്വേഷനിൽ കാണാനുള്ള ഒരു മെത്തേഡാണ് കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് പി ആയിട്ട് എടുക്കാം, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് if P rupees is invested in a scheme giving a percentage interest compounded annually, what is the amount got after n years? നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഓരോ ഇയേഴ്സും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയർ നോക്കാം. ഫസ്റ്റ് ഇയറിൻ്റെ ഇനിഷ്യൽ എമൗണ്ട് എത്രയായിരിക്കും? എമൗണ്ട് ഇൻവെസ്റ്റഡ്, ദാറ്റ് ഈസ് പി. ഇൻട്രസ്റ്റ് ഓഫ് ഫസ്റ്റ് ഇയർ എന്തായിരിക്കും? ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 6% ആണല്ലേ. സോ ഇനിഷ്യൽ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇയർ ഇൻറ്റു R/100 ആയിരിക്കും ഇൻട്രസ്റ്റ്. ഇനിഷ്യൽ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇയർ എന്താണ്? പി ആണല്ലേ. സോ ദിസ് ഈസ് പി ഇൻറ്റു R/100. അപ്പം ഫൈനൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ എമൗണ്ട് ഈസ് ഇനിഷ്യൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇനിഷ്യൽ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇയർ എത്രയായിരുന്നു? പി ആയിരുന്നു. പ്ലസ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? പി ഇൻറ്റു R/100. ഇവിടെ പി എന്ന ടേമും പി ഇൻറ്റു R/100 എന്ന ടേമും ആഡ് ചെയ്തേക്കുവാണ്. അതിൽ കോമൺ ആയിട്ടുള്ള ടേം ഏതാണ്? പി ആണ്. സോ ആ പി പുറത്തെടുക്കാം. സോ ദിസ് ഈസ് പി ഇൻറ്റു ആദ്യത്തെ ടേമിൽ പി പുറത്തെടുത്താൽ ബാക്കി 1 ആണ്. പ്ലസ് നടക്കുള്ള സൈന് പ്ലസ് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ ടേമിൽ പി പുറത്തെടുത്താൽ ബാക്കി എന്താണ്? R/100. സോ ഇതാണ് ഫൈനൽ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇയർ, പി ഇൻറ്റു 1 പ്ലസ് R/100. ഇനി സെക്കൻഡ് ഇയറിൽ എങ്ങനെയായിരിക്കും? ഇനിഷ്യൽ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഫൈനൽ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇയർ ആണ്. ദാറ്റ് ഈസ് ഫൈനൽ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇയർ എന്തായിരുന്നു? പി ഇൻറ്റു 1 പ്ലസ് R/100 ആണ്. ഇൻട്രസ്റ്റ് ഓഫ് സെക്കൻഡ് ഇയർ എന്താണ്? ഇനിഷ്യൽ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഇയർ ഇൻറ്റു R/100. കാരണം 6% ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്. ഇനിഷ്യൽ എമൗണ്ട് എത്രയായിരുന്നു? ഇനിഷ്യൽ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് R/100 ആയിരുന്നു, ഇൻറ്റു R/100. സോ ഫൈനൽ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഇയർ ഈസ് ഇനിഷ്യൽ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഇയർ പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് സെക്കൻഡ് ഇയർ. ദാറ്റ് ഈസ് ഇനിഷ്യൽ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഇയർ എന്തായിരുന്നു? പി ഇൻറ്റു 1 പ്ലസ് R/100 പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് സെക്കൻഡ് ഇയർ എന്തായിരുന്നു? പി ഇൻറ്റു 1 പ്ലസ് R/100 ഇൻറ്റു R/100 അല്ലേ. അപ്പോൾ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട്, അതായത് പി ഇൻറ്റു 1 പ്ലസ് R/100 എന്ന ടേമിലും പി ഇൻറ്റു 1 പ്ലസ് R/100 ഇൻറ്റു R/100 ടേമിൽ കോമൺ ആയിട്ടുള്ള എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് R/100 ആണ്. അത് പുറത്തെടുക്കാം. പി ഇൻറ്റു 1 പ്ലസ് R/100 ഇത് രണ്ട് ടേമിൽ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ പി ഇൻറ്റു 1 പ്ലസ് R/100 പുറത്തെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ആദ്യ ടേമിൽ പി ഇൻറ്റു 1 പ്ലസ് R/100 പുറത്തെടുത്താൽ എന്താ? വേറെ ഒന്നുമില്ല, അതുകൊണ്ട് 1 എഴുതാം. നടക്കുള്ള സൈന് പ്ലസ് ഇട്ട് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ടേമിൽ പി ഇൻറ്റു 1 പ്ലസ് R/100 പുറത്തെടുത്ത ബാക്കിയുള്ള എന്താണ്? R/100 മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് P into 1 plus R by 100 into
1 plus r by 100. അതായത് p into 1 plus r by 100 സ്ക്വയർ അല്ലേ. ഇവിടെ 1 plus r by 100 into 1 plus r by 100 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എഴുതാം. സോ ഇതാണ് ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ 2 years. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ ഫസ്റ്റ് ഇയർ എന്തായിരുന്നു. ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ ഫസ്റ്റ് ഇയർ p into 1 plus r by 100. ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ 2 year എന്താണ്, p into 1 plus r by 100 സ്ക്വയർ. അപ്പോൾ ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ n years എന്തായിരിക്കും, p into 1 plus r by 100 raised to n. അപ്പോൾ n years കഴിഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി. p into that is p into 1 plus r by 100 all raised to n. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നാൻസി deposited 15,000 rupees in a bank which pays 9% interest compounded annually. How much would she get after 2 years? അതായത് നാൻസി ഒരു ബാങ്കിൽ 15,000 rupees ഡെപ്പോസിറ്റ് ചെയ്തു. അടുത്ത ഇൻട്രസ്റ്റ് 9% ആണ്. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് കാണണം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ സെപ്പറേറ്റ് കാണണം. പക്ഷേ നമുക്കിവിടെ ഒരു ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ n years ഈസ് p into 1 plus r by 100 all raised to n. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ p എത്രയാണ്, അതായത് എമൗണ്ട് ഡെപ്പോസിറ്റഡ് 15,000 ആണ്. അപ്പോൾ പിക്ക് പകരം p ഈസ് ഈക്വൽ ടു എന്താണ്, 15,000 rupees ആണ്. r റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, 9% ആണ്. r ഈസ് ഈക്വൽ ടു 9. പിന്നെ ഇൻട്രസ്റ്റ് ഹൗ മച്ച് ഈ ഷുഡ് ഗെറ്റ് ആഫ്റ്റർ 2 years എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് n എന്താണ്, 2 ആണ്. സോ ഫൈനൽ എമൗണ്ട് ആഫ്റ്റർ 2 years ഈസ് 15,000 into 1 plus r എത്രയായിരുന്നു, 9 by 100 all raised to n എത്രയായിരുന്നു, 2. ദാറ്റ് ഈസ് 15,000 into ഈ 1നെ നമുക്ക് 1 by 1 എന്ന് എഴുതാം, ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലസ് 10 by 100 all square. ദാറ്റ് ഈസ് 15,000 into ഈ ഫ്രാക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം, 1 into 100 ദാറ്റ് ഈസ് 100. പിന്നെ നടക്കുള്ള സൈന് പ്ലസ് 1 into 9 ബൈ ഡിനോമിനേറ്ററിൽ എന്താണ് 1 into 100 ദാറ്റ് ഈസ് 100 by 100 സ്ക്വയർ. 100 plus 9 എന്താണ്, 109 ആണ്. സോ ദിസ് ഈസ് 15,000 into 109 by 100 സ്ക്വയർ. 109 by 100 എന്ന് വെച്ചാൽ എന്താണ്, 109 by 100 എന്ന് വെച്ചാൽ ആദ്യം ന്യൂമറേറ്റർ എഴുതാം, ദാറ്റ് ഈസ് 109 ആണ്. ഡിനോമിനേറ്ററിൽ 2 zeros ആണ്, 1 2. അപ്പോൾ 2 ഡെസിമൽ പ്ലേസസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ടുപോയും 1 2 എന്നിട്ട് പോയിന്റ് കിട്ടാം. സോ 109 by 100 എന്ന് വെച്ചാൽ എന്താണ്, 1.09 ആണ്. സോ ദിസ് ഈസ് 15,000 into 1.09 സ്ക്വയർ. ദാറ്റ് ഈസ് 1.09 സ്ക്വയർ എന്താണ്, അത് 109 into 109 ചെയ്യാം. എന്നായിരിക്കും 109 സ്ക്വയർ എന്താണ്, 109 സ്ക്വയർ 11,881 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.09 സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഇതേപോലെ എഴുതാവും, 11,881 എഴുതി. ഇനി ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉള്ളത്, 1 2 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ 2 വാല്യൂസ് ആണ്, 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ്, അതിൽ അതിൻ്റെ ഡബിൾ 4 ഡെസിമൽ പ്ലേസസ് വേണം. സോ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്യാം, 1 2 3 4 എന്നിട്ട് പോയിന്റ് ഇടാം. സോ 1.09
09 square is 1.1881 ആണ്. So this is 15,000 into 1.181. That is, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം 11,881 into 15 ചെയ്ത് നോക്കാം. That is 5. That is 1,78,215 ആണ് കിട്ടിയത് അല്ലേ. ഇനി എത്ര സീറോസ് ഇട്ട് കൊടുക്കണം? 3 zeros ആണുള്ളത്. 15,000 ആണല്ലോ, അതിൻ്റെ 3 zeros ഇട്ട് കൊടുത്തു. ഇനി ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കണം. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1, 2, 3, 4. പോയിന്റ് കഴിഞ്ഞിട്ട് 4 വാല്യൂസ് ആണുള്ളത്. സോ ആൻസറിൽ 4 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്യാം. 1, 2, 3, 4 എന്നിട്ട് പോയിന്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 70,821.5 rupees ആണ്. So amount she got after 2 years is 70,821.5 rupees.